Star Jam with RJ Subbu. ഇന്ന് ക്ലബ് FM-ൽ സ്റ്റാർ ജാമിൽ ഹിറ്റുകൾ ഒരുക്കുന്ന ഒരു സംവിധായകനാണ്. തുടർച്ചയായിട്ട് ഹിറ്റുകൾ ഉണ്ടാക്കുക എന്ന് പറയുന്നത് നിസ്സാരമായ കാര്യമല്ല. സിനിമ സംവിധാനം ചെയ്യാം, പക്ഷെ അത് വിജയിപ്പിക്കുക അത് വളരെ റിസ്ക് പിടിച്ചൊരു കാര്യമാണ്. അത് വളരെ ഈസിയായി ചെയ്യുന്ന സംവിധായകന്റെ പേര് ജിത്തു ജോസഫ് എന്നാണ്. ഇപ്പൊ മറ്റൊരു സുന്ദരമായ ജീവിതകഥ നമ്മളോട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന സംവിധായകൻ. ആ ജീവിത കഥയുടെ പേര് ലൈഫ് ഓഫ് ജോസൂട്ടി എന്നാണ്. സർ, സ്വാഗതം ക്ലബ് FM-ലേക്ക്, സ്റ്റാർ ജാമിലേക്ക്. താങ്ക് യു. എന്താണ് ലൈഫ് ഓഫ് ജിത്തു ജോസഫ്? ലൈഫ് ഓഫ് ജിത്തു ജോസഫ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാനൊരു സാധാരണ നാട്ടിൻപുറത്തുകാരൻ, ഒരു കൃഷിക്കാരന്റെ മകൻ. പ്രത്യേക സാഹചര്യത്തിൽ നമ്മുടെ ഒരു താല്പര്യങ്ങളും നമ്മുടെ ഇഷ്ടങ്ങൾ കൊണ്ട് പരിശ്രമിച്ചു. ആ പരിശ്രമത്തിന് ഒരു ഫലം തന്നു. ഞാൻ സിനിമയിലെത്തി. ഓക്കെ, 4 കാലങ്ങൾ എനിക്കറിയണം. ഒന്നാമത്തെ കാലം സിനിമാക്കാരനാകുമെന്ന് തോന്നിയ കാലം. അത് 88-90 കാലഘട്ടം. പ്രീ ഡിഗ്രി KSB കോളേജ് ചങ്ങനാശ്ശേരി പഠിക്കുമ്പോഴാണ് ഈ സിനിമ എന്ന് പറയുന്ന, അല്ലെങ്കിൽ സംവിധാനം എന്ന് പറയുന്നതിനോട് ഒരു താല്പര്യം വരികയും കൂടുതൽ സിനിമകൾ കാണുകയും. സിനിമയെക്കാളും നല്ലത് കൃഷി എന്ന് തോന്നിയൊരു കാലം. അങ്ങനെ ഒരു കാലം ഉണ്ടായിട്ടില്ല സത്യം. കാരണം എനിക്ക്, ഞങ്ങൾ ബേസിക്കലി കൃഷിക്കാരനാണെങ്കിലും പിന്നെ സിനിമയായിട്ട് ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ അത് ഇടയ്ക്ക് വർക്കൗട്ട് ആകാതെ വന്നപ്പോൾ വീണ്ടും വീട്ടിൽ ചിലപ്പോൾ അവൻ കൃഷി നോക്കട്ടെ എന്ന് പറഞ്ഞു. അപ്പോഴും ഞാൻ ഓർത്തില്ല, എന്നാ ബിസിനസ്സിലേക്ക് ഇറങ്ങും. സിനിമക്കാരനായി എന്ന് തോന്നിയ കാലം 2010-ലാണ്. ഫസ്റ്റ് സിനിമ ഡിറ്റക്റ്റീവ് ചെയ്തപ്പം ഒരു സിനിമ ചെയ്തു. അത് അന്നത്തെ സൂപ്പർ സ്റ്റാറിനെ വെച്ചൊരു പടം ചെയ്തു. പിന്നീട് ഇറങ്ങി തിരിച്ചത് ഒരു സൂപ്പർ സ്റ്റാറും ഇല്ലാത്ത ഒരു സാധാരണ ഒരു ഫാമിലി ടൈപ്പ് സിനിമ ചെയ്യണമെന്ന് ഒരാഗ്രഹം. മമ്മി ആൻഡ് മിക്ക് വേണ്ടി ഇറങ്ങി. ആ മമ്മി ആൻഡ് മി ഒരു വിജയം കണ്ടപ്പോ എനിക്ക് ഇൻഡസ്ട്രിയിൽ നിന്ന് അതുപോലെ കോളുകൾ വന്നപ്പോൾ എനിക്ക് തോന്നി കുഴപ്പമില്ല. പ്രൊഡ്യൂസേഴ്സും സ്റ്റാർസും ജിത്തു ജോസഫിന്റെ വീടിന്റെ മുന്നിൽ ക്യൂ നിന്ന് തുടങ്ങിയ കാലം. അവര് എന്നോട് താല്പര്യം കാണിച്ചു എന്ന് പറയാം. ആക്ച്വലി മമ്മി ആൻഡ് മി കഴിഞ്ഞപ്പോൾ തൊട്ട് എനിക്ക് 2-3 പ്രൊഡ്യൂസേഴ്സ് വന്ന് അഡ്വാൻസ് ഒക്കെ തന്നു. മൈ ബോസ് വന്നപ്പം അത് കുറേ കൂടെ കൂടി. ദൃശ്യം വന്നപ്പം ഭയങ്കരമായിട്ട് പ്രൊഡ്യൂസേഴ്സ് അപ്രോച്ച് ചെയ്യാൻ തുടങ്ങി. ഞാൻ ഏടന്റെ സിനിമകളിലൂടെ ഒരു ഓട്ടത്തിന് തയ്യാറാണ്. റെഡി? റെഡി. ആദ്യ മൂവി ഡിറ്റക്റ്റീവ്. ആ സമയത്ത് ജനങ്ങളെ കുറിച്ച് എന്ത് ഫീൽ ചെയ്തു? പ്രബുദ്ധരായ പ്രേക്ഷകർ. ഡിറ്റക്റ്റീവ് ചെയ്ത് കഴിഞ്ഞപ്പോൾ എന്ത് ചെയ്യാൻ പാടില്ല എന്ന് തോന്നി? ആവശ്യത്തിൽ കൂടുതൽ സ്പൂൺ ഫീഡിങ്ങിന് പോകരുതെന്ന് തോന്നി. നമ്മൾ ഓഡിയൻസിനെ ഒത്തിരി അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യുന്നു. കാരണം നമ്മൾ വിചാരിക്കുന്ന അവർ മണ്ടന്മാരൊന്നുമില്ല. മമ്മി ആൻഡ് മീ, താങ്കളുടെ ജീവിതത്തിൽ അമ്മയുടെ സ്വാധീനം? ആക്ച്വലി അമ്മയുടെ മാത്രമല്ല, അമ്മയുടെയും പെങ്ങളുടെയും സ്വാധീനം. ഓക്കെ, എന്താണ് അമ്മ? ഞാൻ എവിടെ പറഞ്ഞു കേട്ടിട്ടുണ്ട്, എടാ തോട്ടം വിറ്റിട്ടാണെങ്കിൽ നമുക്ക് സിനിമ ചെയ്യാറാമെന്ന്. അല്ല, അത് ഞാൻ ഈ ഡിറ്റക്റ്റീവ് ചെയ്യാനായിട്ട് നടന്നപ്പോ പല പ്രൊഡ്യൂസേഴ്സും പിൻവാങ്ങുന്ന കണ്ടപ്പോൾ, നീ വിഷമിക്കേണ്ടടാ, തോട്ടം വിറ്റിട്ടാണെങ്കിലും സിനിമ എടുക്കുമെന്ന് പറഞ്ഞു. ഒരിക്കലും അത് വിൽക്കാൻ വേണ്ടിയിട്ടല്ല, പക്ഷെ അതൊരു പോസിറ്റീവ് എനർജി തന്ന. മെമ്മറീസ് എന്തായിരുന്നു? മെമ്മറീസ് എന്ന് പറയുന്ന ഒരു മൂവി ചെയ്യുമ്പോൾ ജിത്തു ജോസഫിന്റെ പേടി, അതിന്റെ ഒരു റിലീസിംഗ് ടൈം ആയിരുന്നു. കാരണം എല്ലാവരും പറഞ്ഞു ഫെസ്റ്റിവലിൽ സാധാരണ ഹ്യൂമർ സിനിമയെ ഓടുള്ളൂ. അപ്പൊ അതുകൊണ്ട് ഇങ്ങനെ ഒരു സിനിമ വന്നാൽ, ആ ഹ്യൂമർ സിനിമകൾ വരുമ്പോൾ അതിലിത് മുങ്ങിപ്പോകുന്നു. ഉള്ളിലൊരു ചെറിയ ടെൻഷൻ ഉണ്ടായിരുന്നു. പടം ഇറങ്ങി കഴിഞ്ഞപ്പോൾ നമ്മുടെ പടം ഏറ്റവും ടോപ്പായിട്ട് വന്നു. മലയാള സിനിമ ജിത്തു ജോസഫിന് നൽകിയ നല്ലൊരു മെമ്മറി എന്താണ്? എന്നെ സംബന്ധിച്ചോളം പറയുകയാണെങ്കിൽ അത് മമ്മി ആൻഡ് മി തന്നെയാണ്. അവിടുന്നാണ് ജിത്തു ജോസഫിന്റെ ശരിക്കുള്ള തുടക്കം. ഏറ്റവും വേദനിപ്പിച്ചൊരു മെമ്മറി എന്താണ് മലയാള സിനിമ? മനഃപൂർവ്വം അല്ലെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാരണം മൈ ബോസ് എന്ന് പറയുന്ന സിനിമ ഇൻസ്പയർ ചെയ്ത് ചെയ്തത് തന്നെയാണ്. ഞാൻ തുറന്ന് സമ്മതിച്ചിട്ടുള്ളത്. എനിക്ക് അത് തുറന്ന് സമ്മതിക്കുന്നതിന് ഒരു കുഴപ്പമില്ല. പക്ഷേ ദൃശ്യം വന്നപ്പം എല്ലാവരും അതൊരു സിനിമയുടെ കോപ്പിയാന്ന് പറഞ്ഞപ്പം ചെറിയൊരു വിഷമം തോന്നി. അത് നമ്മളായിട്ട് തന്നെ കഷ്ടപ്പെട്ടുണ്ടാക്കിയതാണ്. മൈ ബോസ് താങ്കളെ പഠിപ്പിച്ച പാഠം? നമ്മളുടേതായ രീതിയിൽ കാരണം അതൊരു സിനിമ കണ്ടപ്പോൾ തോന്നിയ ഒരു അട്രാക്ഷനിൽ നമ്മൾ ചെയ്തതാണ്. എല്ലാവരും അതിന് പറഞ്ഞത് നിങ്ങൾ റൈറ്റ് മേടിച്ച് ചെയ്തില്ല എന്നുള്ളത്. ഇനിയിപ്പോൾ നാളെ ഇങ്ങനെ ഒരു സിനിമ ചെയ്യുകയാണെങ്കിൽ അതിന്റെ റൈറ്റ് മേടിച്ച് അങ്ങനെ ചെയ്യണമെന്ന് തോന്നുകയാണെങ്കിൽ ചെയ്യാന്ന് പറഞ്ഞാൽ. ദൃശ്യം ഏറ്റവും കാണാൻ ഇഷ്ടമുള്ള ഒരു ദൃശ്യം എന്താണ് ജീവിതത്തിൽ, അല്ലെങ്കിൽ പ്രകൃതിയിലുള്ള ദൃശ്യം എന്ന് പറഞ്ഞാൽ എനിക്ക് എപ്പോഴും ഇഷ്ടം എന്താ പറയുക, ഒരു ഹിൽ ടോപ്പില് അവിടെ ഒരു കൊച്ചു വീടും ആ വീട് ഇങ്ങനെ ഒരു മഞ്ഞിനകത്ത് കിടക്കുന്ന അങ്ങനത്തെ ഒരു ലൊക്കേഷനിൽ ജീവിക്കാൻ എന്റെ മലയാളത്തിൽ കണ്ടുമെടുത്തൊരു ദൃശ്യം എന്താണ്? സിനിമയിൽ, മലയാള സിനിമയിലെ ആക്ഷൻ. ക്യാമറ വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും സുന്ദരമായ ദൃശ്യം കേരളത്തിൽ എവിടെയാണ് കിട്ടുക? ഒരു പക്ഷേ എന്റെ ഇപ്പൊ അടുത്ത് കിടക്കുന്ന ഇടുക്കി കട്ടപ്പന. കാരണം ഇനി ക്ലബ് FM-ൽ സ്റ്റാർ ജാമിൽ ട്രൂ ഓർ ഫോൾസിന്റെ ടൈമാണ്. നമ്മളോടൊപ്പം ട്രൂ ഓർ ഫോൾസ് കളിയിൽ എനിക്കിഷ്ടമുള്ള, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ജിത്തു ജോസഫ്. സർ റെഡി? ഞാൻ വളരെ പോസിറ്റീവ്. എനിക്ക് കുറച്ച് മടി. ഞാൻ എപ്പോഴും ചിരിച്ചുകൊണ്ടിരിക്കും. ഞാൻ കാണുന്ന പല ഇന്റർവ്യൂസിലും താങ്കൾ കുട്ടികളെ പോലെ ചിരിച്ചുകൊണ്ടിരിക്കുന്നു. ഇന്റർവ്യൂസിൽ മാത്രമല്ല, ബാക്കി സമയത്ത് ഞാൻ ചിരിക്കില്ല. ക്യാമറ ഓൺ ചെയ്ത് ഞാൻ ചിരിക്കണം. ഞാൻ ഒത്തിരി സമയത്ത് ആബ്സെന്റ് മൈൻഡഡ്. ഞാൻ ഒരു ഫാമിലി മാൻ, പക്ക ഫാമിലി മാൻ. സ്ക്രിപ്റ്റ് സിനിമയുടെ കരുത്ത്. രാജീവ് രവി അടുത്ത് പറഞ്ഞു സ്ക്രിപ്റ്റ് കത്തിച്ച് കളഞ്ഞും സിനിമ ചെയ്യാന്ന്. അങ്ങനെ ചെയ്യായിരിക്കും, പക്ഷെ ഞാൻ അങ്ങനെ വിശ്വസിക്കുന്നില്ല. ഞാനൊരു ഉപദേശി. എല്ലാവരും ഉപദേശിക്കണമെന്ന് തോന്നുന്ന വ്യക്തിയെ ഞാൻ ഉപദേശിക്കാറ്. സൂപ്പർ. ഞാൻ സ്ക്രിപ്റ്റ് എഴുതുന്നത് വീട്ടിൽ വെച്ച്. എല്ലാവരും വീട്ടിൽ നിന്ന് മാറി നിന്നിട്ടാണ് സ്ക്രിപ്റ്റ് എഴുതാൻ ഞാൻ കേട്ടിട്ടുണ്ട്. എന്താണ് ജിത്തു ജോസഫ് വീട്ടിൽ തന്നെ ഇരുന്ന് സ്ക്രിപ്റ്റ് എഴുതുന്നത്? നമ്മളൊരു സ്ക്രിപ്റ്റ് എഴുതുമ്പോൾ നമുക്ക് ഏറ്റവും കംഫർട്ടബിൾ ആയിട്ടുള്ള സ്ഥലത്ത് നമ്മൾ എഴുതുന്നുണ്ട്. അതുകൊണ്ട് പഴയ സിനിമകൾ കാണുന്നത് എന്റെ ഒരു ഹോബി. പഴയ സിനിമ എന്ന് ഉദ്ദേശിക്കുന്നത് ഒരു 70s ഇപ്പുറമുള്ള മൂവി, ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഞാൻ കാണാം. സിനിമയിലെ ചിരി ഒന്നും സിൻസിയർ അല്ല. സത്യമാണ്. ഏതെങ്കിലും ഒരു ചിരി താങ്കളെ വിഷമിപ്പിച്ചിട്ടുണ്ടോ മലയാള സിനിമയിൽ? ഇതുവരെ എനിക്ക് അങ്ങനെ ഒരു എക്സ്പീരിയൻസ് ഉണ്ടായിട്ടില്ല.
ത്രില്ലർ ഉണ്ടാക്കുന്നത് എനിക്ക് വളരെ എളുപ്പം. ഫോൾസ്. വീട്ടിൽ ഞാൻ ഇടയ്ക്കിടെ ചൂടാകും. True. എനിക്കിഷ്ടം സിമ്പിൾ ആയി ഡ്രസ് ധരിക്കാൻ. True. അമ്മ എന്റെ കരുത്ത് ലൈഫിലെ. True. റിമേക്ക് സുന്ദരമായ ഒരു കാര്യമല്ല. ട്രൂ. ഓക്കെ, അമീർ ഖാൻ എന്റെ ഇഷ്ട നടൻ. True. ദൃശ്യം തമിഴിൽ ചെയ്തപ്പോൾ ബോറടിച്ചു. True. എന്ത് പറ്റി, എന്തുകൊണ്ട് ബോറടിച്ചു? കാരണം കമൽ സാറിന്റെ പെർഫോമൻസ് വെച്ച് ബാക്കിക്കൊന്നും ഫ്രഷ്നെസ് ഇല്ല എന്നെ സംബന്ധിച്ചിടത്തോളം. അത് മാത്രമേ ഉള്ളൂ അതിനകത്ത് ചേഞ്ച്. ബാക്കി സബ്ജക്ട് വൈസും അത് ഷോർട്ട് എടുക്കുന്നതും എല്ലാം അതേപോലെ ആ സബ്ജക്റ്റിൽ വലിയ മാറ്റം വരുത്താൻ പറ്റത്തില്ല. പക്ഷെ കമൽ സാറിന്റെ ആ ഒരു പെർഫോമൻസ് മാത്രം ഞാൻ ഇങ്ങനെ കൗതുകത്തോടെ കണ്ടു. ദൃശ്യം എന്റെ മാസ്റ്റർ പീസ്. ഫോൾസ്. വരാൻ പോകുന്നതേ ഉള്ളൂ. Maybe. സീരിയലിന്റെ സ്ക്രിപ്റ്റ് എഴുതി ഒരിക്കൽ ഞാൻ കത്തിച്ച് കളഞ്ഞിട്ടുണ്ട്. True. എന്നാണ് സീരിയലിന്റെ സ്ക്രിപ്റ്റ് എഴുതിയിട്ടുള്ളത്? കേൾക്കട്ടെ. 94, 95 that period. സിനിമയിൽ എനിക്ക് അധികം ഫ്രണ്ട്സ് ഇല്ല. ഓക്കെ, ട്രൂ. അധികം ഫ്രണ്ട്സ് ഇല്ല. ഫ്രണ്ട്സ് ഉണ്ട്, അധികം ഫ്രണ്ട്സ് ഇല്ല. എന്തുകൊണ്ടാണ് സിനിമയിൽ നിന്നും ആത്മാർത്ഥ സുഹൃത്തുക്കൾ അങ്ങനെ കുറയുന്നത്? എനിക്കറിയില്ല, അത് അങ്ങനെയാണ്. പക്ഷെ അതങ്ങനെയാണ്. അത് അധികമില്ലെന്നേ ഉള്ളൂ. ബെറ്റുണ്ടോ? ഇനി ക്ലബ് എഫ്എമ്മിൽ സ്റ്റാർ ജാമിൽ ബെറ്റിന്റെ ടൈമാണ്. ജിത്തു ജോസഫിന്റെ മൂവി ഇറങ്ങുമ്പോൾ അത് വിജയിക്കുമോ പരാജയപ്പെടുമോ എന്ന കാര്യത്തിൽ ബെറ്റ് വെച്ചാൽ നമുക്ക് 100% ഉറപ്പാണ് അത് വിജയിക്കും. എങ്ങനെയാണ് താങ്കൾ ഈ ഒരു വിജയത്തിന്റെ സൂത്രം കണ്ടെത്തുന്നത്? ജീവിതത്തിൽ നിന്നുമാണോ, കണ്ട സിനിമകളിൽ നിന്നുമാണോ, ദൈവം താങ്കളുടെ തലയിൽ തൊട്ടതുകൊണ്ടാണ്? ദൈവാനുഗ്രഹം. സിനിമയിലെ ജിത്തു ജോസഫ് എന്തെങ്കിലും കോംപ്രമൈസുകൾ ചെയ്യാറുണ്ടോ? ഒരു പരിധിക്കപ്പുറം അങ്ങനെ കോംപ്രമൈസ് ചെയ്യാൻ തയ്യാറല്ല. കാരണം അത് സിനിമയ്ക്ക് ഡിമാൻഡ് ചെയ്യുന്ന ചില കാര്യങ്ങളുണ്ട്. ഓഡിയൻസിന് ലാഗ് ഇഷ്ടമില്ലെന്ന് പറയും. പക്ഷെ ഒരു കഥയിൽ ലാഗ് ഡിമാൻഡ് ചെയ്യുന്നെങ്കിൽ ഞാൻ ലാഗ് ഇട്ടിരിക്കും. അവിടെ ഞാൻ ആ ചാൻസ് എടുക്കുക. അവിടെ മാത്രമേ ഞാൻ റിസ്ക് എടുക്കുന്നുള്ളൂ. പിന്നെ അത് ചെയ്തു വരുമ്പോൾ നമുക്ക് ഏതാണ്ട് ഒരു റീഡിംഗ് ഉണ്ട്. അതിൽ കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറ്റങ്ങൾ വരും. നമുക്ക് നല്ലൊരു പാട്ടിന്റെ BGM കേൾക്കാം. ഇത് ജിത്തു ജോസഫ് എന്ന് പറയുന്ന സംവിധായകനുമായി ബന്ധപ്പെട്ടൊരു പാട്ടാണ്. ഈ പാട്ട് തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ താങ്കൾ ജയിക്കുന്നു, ഇല്ലെങ്കിൽ തോൽക്കുന്നു. തോറ്റാൻ ഞാൻ പറയുന്നത് വോക്കലി ചെയ്യണം. പക്ഷെ ഇച്ചിരി മറവി നന്നായിട്ടുണ്ട്. ഇതൊരു മുൻകൂർ ജാമ്യമാണ്. തീർച്ചയായിട്ടും. ഓക്കെ, നമുക്ക് കേൾക്കാം. ഇപ്പൊ നമ്മൾ ഈ കേട്ട ഈ ഒരു മ്യൂസിക്കിന്റെ കഷ്ണമുണ്ടാക്കിയ സംഗീത സംവിധായകൻ ആരാണ്? നല്ല കേട്ട് ഫെമിലിയർ ആയിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. ഒന്നുകൂടെ കേൾക്കാൻ വേണമെങ്കിൽ. ഓക്കെ. ഇപ്പൊ 2 തവണ ഞാൻ പ്ലേ ചെയ്തു ഓൾറെഡി. ഇനിയും താങ്കൾക്ക് പ്ലേ ചെയ്ത് തരാൻ എനിക്ക് മനസ്സില്ല എന്ന് തന്നെ പറയേണ്ടി വരും. വിനോദ് തോമസ്. അദ്ദേഹം താങ്കളോടൊപ്പം വർക്ക് ചെയ്ത മൂവി, ദൃശ്യം, ചെയ്ത പാട്ട്, മാരിവില്ല്. സ്വന്തം കാര്യങ്ങൾ ഞാൻ വളരെ ആധികാരികമായി ചോദിക്കുന്നില്ല, എന്ത് കാര്യമല്ലേ? സർ പറയൂ, എന്താണ് താങ്കൾക്ക് ഈ സമയത്ത് ക്ലബ് എഫ്എമ്മിലെ സ്റ്റാർ ജാമിലെ സുബുവിന്റെ കയ്യിൽ നിന്ന് കേൾക്കേണ്ട കാര്യം? ഞാൻ പറയുന്ന ഒരു കാര്യത്തെ കുറിച്ച് 5-6 സെന്റൻസ് പറയുക. ആയിക്കോട്ടെ, അറിയാൻ മേലാത്ത ഫീൽഡ് ഒന്നും അല്ല. ഇഷ്ടമുള്ള വിഷയം പറയൂ. ഈ FM റേഡിയോസ് നമ്മുടെ സോഷ്യൽ ലൈഫിൽ ഉണ്ടാക്കുന്ന ഇമ്പാക്റ്റിനെ കുറിച്ച്. റേഡിയോ ശരിക്കും ഒരു കൂട്ടുകാരനെ പോലെ, അല്ലെങ്കിൽ നമ്മളുടെ അടുത്തൊരു സുഹൃത്തിനെ പോലെ നമ്മുടെ അടുത്ത് ഫീൽ ചെയ്യുന്ന ഒരു മീഡിയമാണ് റേഡിയോ. ശരിക്കും പറഞ്ഞാൽ മറ്റേതൊരു മീഡിയത്തിനേക്കാളും വളരെ പെട്ടെന്ന് നമ്മളുടെ ഉള്ളിലേക്ക് കയറാൻ പറ്റുന്ന, വളരെ ഇമോഷണലി നമ്മളെ അട്രാക്ട് ചെയ്യാൻ പറ്റുന്ന അസാധ്യമായ കഴിവുള്ള ഒരു മീഡിയം. ഇപ്പൊ സോഷ്യലി ആണെങ്കിൽ തന്നെ വളരെ പെട്ടെന്ന് ഇപ്പൊ ഡ്രൈവ് ചെയ്യുന്ന ഒരു സമയമാണ്, ഏട്ടന് എവിടെയെങ്കിലും ട്രാഫിക് ബ്ലോക്ക് ഉണ്ട്, പെട്ടെന്ന് നമുക്ക് അത് ഇൻഫോം ചെയ്യാൻ പറ്റും. അതുപോലെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ വളരെ ഫണ്ണി ആയിട്ട് നമുക്ക് പ്രസന്റ് ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന ഒരു ഗുണം, അതാണ് ഈ റേഡിയോ എന്ന് പറയുന്ന ഒരു മീഡിയത്തിന്റെ ഏറ്റവും വലിയൊരു കാര്യം. അതുകൊണ്ട് തന്നെ സോഷ്യലി അല്ലെങ്കിൽ ആളുടെ മനസ്സിലേക്ക് വളരെ പെട്ടെന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ചാടി ഇറങ്ങാൻ പറ്റാറുണ്ട്. ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് ഏട്ടൻ എന്ത് ചെയ്യും, ഒരു ടിവിയെക്കാളും അല്ലെങ്കിൽ ഇന്റർനെറ്റിനേക്കാളും ഏട്ടൻ പ്രിഫർ ചെയ്യുന്ന ഒരു മീഡിയം എന്താണ്? റേഡിയോ. ഏട്ടൻ വെറുതെ കിച്ചണിൽ നിൽക്കുന്ന സമയത്ത് ഏട്ടന് TV വെക്കുന്നതിനേക്കാളും കുറച്ചും കൂടെ ഏട്ടൻ ഈസി ആയിട്ട് ഫീൽ ചെയ്യുന്ന എന്തായിരിക്കും? റേഡിയോ. സത്യല്ല ഞാൻ പറയുന്നത്. ന്യൂസ് പേപ്പർ വായിക്കുന്ന ഒരു സമയം ഏട്ടൻ എടുക്കുന്ന ഒരു എഫേർട്ട് ഉണ്ട്. കണ്ണ് വേണം, ഏട്ടന് മനസ്സ് വേണം, ബ്രെയിൻ വേണം. പക്ഷെ റേഡിയോ കേൾക്കാൻ ഏട്ടൻ എന്ത് മതി? ഏട്ടന്റെ ചെവികൾ മാത്രം മതി. നിർബന്ധങ്ങളൊന്നുമില്ല ഞങ്ങൾക്ക്. തീർച്ചയായിട്ടും. പ്രത്യേകിച്ചും വേറെ ഒരു ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് സെക്കൻഡറി ആയിട്ട് നമ്മൾ പോലും അറിയാതെ ഫീഡ് ആയി. അതാണ് ഈ റേഡിയോയുടെ വളർച്ചയും സൂചിപ്പിക്കുന്നത്. പിന്നെ അതിലൂടെ കൊടുക്കുന്ന കാര്യങ്ങൾ, അതിന്റെ ഒരു ഇന്റൻസിറ്റി ഒരു പക്ഷേ എന്താണ്, ഒരു സിനിമക്ക് കൊടുക്കാൻ പറ്റുന്നത്ര നമുക്ക് കൊടുക്കാൻ പറ്റിയെന്ന് വരില്ല, അല്ലെങ്കിൽ TVക്കോ അല്ലെങ്കിൽ പത്രത്തിനോ കൊടുക്കാൻ പറ്റിയ അത്ര നമുക്ക് കൊടുക്കാൻ പറ്റിയെന്ന് വരില്ല. അത് നമ്മളുടെ ലിമിറ്റേഷൻസ് ആണ്. തീർച്ചയായിട്ടും. ഇനി ക്ലബ് എഫ്എമ്മിൽ സ്റ്റാർ ജാമൽ AK-47 ടൈമാണ്. എനിക്ക് തോന്നുന്നു ഡിറ്റക്റ്റീവ് മൂവി മെമ്മറീസ്, ഈ 2 സിനിമകളിൽ മാത്രം ഞാൻ തോക്ക് കണ്ടിട്ടുള്ളൂ. ഡിറ്റക്റ്റീവിലും തോക്കില്ലായിരുന്നു. ഡിറ്റക്റ്റീവിലും തോക്കില്ലല്ലേ? ക്ഷമിക്കൂട്ടോ, എന്റെ ഒരു ഓർമ്മ കുറച്ച് പഴയതായതുകൊണ്ട്. അപ്പൊ AK-47, മോഹൻലാൽ, കമൽ ഹാസൻ, ആരാണ് ഏറ്റവും കൂടുതൽ അത്ഭുതപ്പെടുത്തിയത്? AK-47 ആണ്. ഒറ്റ ബുള്ളറ്റ് തുടങ്ങി നമ്മൾ ഫയർ. അത് 2 രീതിയിലാണ്. അതുകൊണ്ട് ഞാൻ ഇങ്ങനെ ഒരാളുടെ പേര് പറയും. അതാണ് കുഴപ്പം. അത് എനിക്ക് പേടിയുണ്ടായിട്ടൊന്നുമല്ല. 2 പേരും എന്നെ അത്ഭുതപ്പെടുത്തി എന്നുള്ള സത്യം. ലാലേട്ടന്റെ സട്ടിലിറ്റി ആണെങ്കിൽ മറ്റേതിന്റെ ഒരു ഇമോഷണൽ ഇത് വന്നിട്ട് ക്ലൈമാക്സിൽ ഞാൻ ഇരുന്ന് കാര്യം. അതുകൊണ്ട് മാത്രം എനിക്ക് പ്രശ്നം. അതായത് ലാലേട്ടൻ സട്ടിലായിട്ട് ചെയ്ത പല സാധനങ്ങളും കമൽ സാർ ചെയ്തെടുത്ത് അത്ര ഇതായിട്ടില്ല. പക്ഷെ കമൽ സാർ ആ ക്ലൈമാക്സ് ചെയ്തത് വെച്ച് നോക്കുമ്പോൾ ലാലേട്ടൻ ചെയ്തതിന്റെ മുകളിലായിരുന്നത്. സിനിമ എഴുതുന്നത്, സിനിമ എടുക്കുന്നത് താങ്കളെ സംബന്ധിച്ച് ഏറ്റവും എളുപ്പമുള്ള കാര്യമാണ്? എടുക്കുന്നത്. ഫസ്റ്റ് മൂവി, സെക്കൻഡ് മൂവി ഒരു സംവിധായകനെ സംബന്ധിച്ച് ചെയ്യാൻ ബുദ്ധിമുട്ടിയത്? സെക്കൻഡ് മൂവി. ദൃശ്യം, പാപനാശം. കൂടുതൽ സംതൃപ്തി ഏതിന്? ദൃശ്യം. ഹ്യൂമർ, ത്രില്ലർ. ജിത്തു ജോസഫിനെ സംബന്ധിച്ച് ചെയ്യാൻ ഈസിയായ കാര്യം? ത്രില്ലർ. ലക്ക്, കഴിവ്. ജിത്തു ജോസഫിൽ ഏറ്റവും കൂടുതലുള്ള കാര്യം? എന്താ പറയുക, രണ്ടും കൂടി ഇതാണ്. മാലാഖ ചെകുത്താൻ. ഏറ്റവും കൂടുതൽ
ചെറുപ്പത്തിൽ ജീത്തു ജോസഫിൽ ഇടയ്ക്കിടെ വർക്ക് ചെയ്യുന്ന ഏതാണ്? രണ്ടും ഇപ്പൊ ഭാര്യയോട് ചോദിച്ചാൽ ചെറുത്താന്ന് പറയും. ചെകുത്താൻ ഇങ്ങനെ ഒരു ബ്രൗൺ ഗൗണും മാലാക ഒരു വൈറ്റ് ഗൗൺ ഇട്ട് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് നമ്മളെ മേലെ. അല്ലെ? തമിഴ് മലയാളം സ്റ്റാർസിന്റെ ഈഗോ ഏറ്റവും കുറവ് ഏത് ഇൻഡസ്ട്രിയിലാണ്? തമിഴ്. ഇവിടെ എന്താണ് സ്റ്റാർസിന് ഈഗോ വരാൻ കാരണം? എനിക്കറിയില്ല, പക്ഷെ അത് കാണുന്നുണ്ടോ അങ്ങനെ? ഇവിടെ മൊത്തത്തിലുണ്ട്. ചിലരിൽ ഭയങ്കരമായിട്ട് കാണും. തമിഴുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ തമിഴോട് ചെല്ലുമ്പോൾ ഭയങ്കര റെസ്പെക്ട് ഉണ്ട് വേറെ രീതിയിൽ, പക്ഷെ ഇവിടെ അങ്ങനെ കാണുന്നില്ല. സാർ, ഞാൻ ഇനി ഓരോ കാര്യങ്ങൾ തരുന്നു, ഒറ്റ വാക്കിൽ താങ്കളുടെ കമന്റ് വേണം. മെസ്സിയുടെ പരിക്ക് ദുഃഖകരമായ ഒരു കാര്യം. ഫുട്ബോൾ ഭ്രാന്തുണ്ടോ? ഫുട്ബോൾ ഭ്രാന്താണ്. ആണോ? എന്തുകൊണ്ടാണ് ഫുട്ബോൾ ഇഷ്ടപ്പെടാൻ കാരണം? ചെറുപ്പം തൊട്ടേ ഫുട്ബോളിനോടാണ്. കാരണം അതൊരു ടീം ഒന്നിച്ച് നിന്ന് ഒരു കൊറിയോഗ്രാഫി വേണം. അത് ഭയങ്കരമായിട്ട് ഒരാളുടെ ഇത് തെറ്റിയാൽ ഇത് പോകും. ക്രിക്കറ്റിൽ അങ്ങനെയല്ല, ഒരാൾക്ക് അവിടെ നിന്ന് ഫോമിലായാൽ നിന്ന് പോക്കി. മോദിയുടെ വിദേശ സന്ദർശനങ്ങൾ അത് രാജ്യത്തിന്റെ നന്മയ്ക്കാണെങ്കിൽ നല്ലത്, അല്ലെങ്കിൽ വേസ്റ്റ്. ഓക്കെ. സൂപ്പർ മൂൺ. ചന്ദ്രന് നീരുവീഴ്ച ഉണ്ടായിരിക്കും. അതാണ് ചന്ദ്രൻ വലുതായി. നമ്മുടെ നാട്ടിൽ ചന്ദ്രന്മാർക്കും ഉണ്ടാറുണ്ട്. പിന്നെ ആ ചന്ദ്രനെ മാത്രം എന്തിനാ ഒഴിവാക്കണം? കേരളത്തിലെ അഴിമതി ജാതിയിലുള്ളത് തൂത്താ പോവില്ല. ഓക്കെ. ഇന്ത്യൻ സൂപ്പർ ലീഗ് നമ്മുടെ ഫുട്ബോളിന് നല്ലൊരു ടീമിനെ വാർത്തെടുക്കാൻ പറ്റുന്ന നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണത്. നാട്ടിൻപുറങ്ങളിലെ കുട്ടികളൊക്കെ ഇനി താരങ്ങളായി മാറും. ഗൂഗിൾ പുതിയ ജനറേഷന്റെ വഴികാട്ടി. നയൻതാര an excellent actress. ലോകാവസാനം. Bullshit. Jam Juicer. ഇനി ക്ലബ് ഫോമൽ സ്റ്റാർ ജാമിൽ ജാം ജ്യൂസറിന്റെ ടൈമാണ്. ഒരുപക്ഷെ ഇത്രയും ബുദ്ധിമാനായ വിവേകശാലിയായ ഒരു മനുഷ്യനുമായി ഞാൻ എങ്ങനെ ജാം ജ്യൂസർ ശ്രമിച്ചുകൊണ്ടേയിരിക്കാം. അതാണ് നല്ല കാര്യം. തുടങ്ങാം സാർ. കന്യകമാരുടെ കാലം കഴിഞ്ഞോ മൊത്തത്തിൽ കേരളത്തിൽ? അങ്ങനെ തന്നെ വിശ്വസിക്കേണ്ടിയിരിക്കുന്നു. അതാണ് നമ്മളുടെ വികാരി അച്ഛൻ പറയുന്നത്. തീർച്ചയായിട്ടും. ജോസുട്ടി അബദ്ധധാരണകൾ വേണ്ട. എന്താണ് കന്യകമാരുടെ കാലം കഴിഞ്ഞു എന്ന് താങ്കൾക്ക് പെട്ടെന്നൊരു സ്പാർക്ക് വരാൻ കാരണം? കേൾക്കട്ടെ. നമ്മുടെ ലോകത്തിന്റെ ഒരു പോക്ക് കണ്ടിട്ട് അങ്ങനെയാണ് പോകുന്നത്. ഓക്കെ. കുട്ടിക്കാലത്ത് പഠിക്കുമ്പോൾ ഏതെങ്കിലും ഒരു കൂട്ടുകാരി ഉമ്മ തന്ന് ജീത്തു ജോസഫിനെ കളങ്കപ്പെടുത്തിയിട്ടുണ്ടോ? ഉമ്മ പോലും തരണ്ട. അദ്ദേഹത്തെങ്ങാനൊന്നും അറിയാതെ മുട്ടിയാൽ തന്നെ കളങ്കപ്പെട്ടു അവസ്ഥയിലാണ്. സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ ഒരു കൊച്ചു വന്ന് എന്നെ അടിച്ചിട്ട് പോയപ്പോ അന്നേരം എന്റെ ഏരിയയിൽ പിള്ളേർ കൂവായിരുന്നു. ഇന്നിപ്പോ തോളത്ത് കേട്ടുണ്ട് നടക്കുന്നത്. പശുവിന്റെ കടിയും മാറി കാക്കയുടെ വിശപ്പ് മാറി. കവി ഉദ്ദേശിച്ചത് എന്താണ് അവിടെ? ഒരു അവസ്ഥയാണ്. ബുദ്ധിപരമായ കരുനീക്കങ്ങൾ. അതൊരു അവസ്ഥ തന്നെയാണ്. ലൈഫ് ഓഫ് ജോസൂട്ടി കാണുന്ന എല്ലാവർക്കുമായ ഒരു അവസ്ഥ ഫീൽ ചെയ്യും. തീർച്ചയായും. ജോസൂട്ടിക്കും ജോർജ് ഊട്ടിക്കും ഒന്നും തീരെ വിദ്യാഭ്യാസമില്ല. താങ്കളുടെ രണ്ട് സൂപ്പർ ഹിറ്റ് കഥാപാത്രങ്ങളാണ്. ശരിക്കും ഒരാൾക്ക് ജീവിക്കാൻ വിദ്യാഭ്യാസത്തിന്റെ ആവശ്യമില്ല. ഒരാവശ്യമില്ല. അവന്റെ കോൺഫിഡൻസും കോമൺ സെൻസും ഉണ്ടായാൽ മതി. വിദ്യാഭ്യാസം ഉണ്ടായതുകൊണ്ട് മാത്രം അവൻ ജീവിക്കാൻ പറ്റില്ല. അവന് കോമൺ സെൻസ് എന്ന് പറഞ്ഞ സാധനമാണ്. ജോസൂട്ടിയുടെ റോൾ മോഡൽ അച്ഛനാണ്. ജീത്തു ജോസഫിന്റെ റോൾ മോഡൽ റിയൽ ലൈഫിൽ ആരാണ്? എന്റെ അച്ഛനാണ്. 100%. അദ്ദേഹത്തിന്റെ ഉപദേശങ്ങളാണ് താങ്കൾ ഇതുവരെ എത്തിച്ചത്. അദ്ദേഹം ഉപദേശിച്ചിട്ടില്ല, അദ്ദേഹം ജീവിച്ചു കാണിച്ചു. ഇത് ക്ലബ് എഫ്എം സ്റ്റാർ ജാം ജ്യൂസറിൽ വളരെ ബുദ്ധിപരമായി കരികൾ നീക്കിയതിനോടൊപ്പം ജീത്തു ജോസഫ് ഇവിടെ മാത്രം ടാൻ കണക്കിന് ഫാൻ. ഹായ്, ഞാൻ ജീത്തു ജോസഫ്. ക്ലബ് എഫ്എമ്മിൽ സ്റ്റാർ ജാമിൽ ജാം ജ്യൂസർ പാർട്ട് 2. Jam Juicer. മറ്റൊരാളുടെ സ്ക്രിപ്റ്റ് ആദ്യമായിട്ട് താങ്കൾ കൈകാര്യം ചെയ്തിരിക്കുന്നു ലൈഫ് ഓഫ് ജോസൂട്ടി. എന്താണ് സ്വന്തം സ്ക്രിപ്റ്റ് കൈകാര്യം ചെയ്യുന്നതിനേക്കാളും ബുദ്ധിമുട്ടാണോ ഈസിയാണോ മറ്റൊരാളുടെ സ്ക്രിപ്റ്റ് കൈകാര്യം ചെയ്യുന്നത്? അതിന് രണ്ട് വശമുണ്ട്. പോസിറ്റീവ് സൈഡ് എന്ന് പറഞ്ഞാൽ രണ്ട് ബ്രെയിൻ വർക്ക് ചെയ്യുന്നു, രണ്ട് പെർസ്പെക്റ്റീവ് വരുന്നു ഒരു കഥ ഡെവലപ്പ് ചെയ്യുമ്പോൾ. നെഗറ്റീവ് സൈഡ് എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഞാൻ തന്നെത്താൻ എഴുതുമ്പോൾ എൻ്റെ സിനിമ എഴുതി കഴിയുമ്പോഴത്തേക്ക് എൻ്റെ സിനിമ എഡിറ്റ് ചെയ്ത് എൻ്റെ ബ്രെയിനിൽ ഫീഡ് ചെയ്ത് കഴിഞ്ഞു. ഇത് ഞാൻ ഫോഴ്സ്ഫുള്ളി ഫീഡ് ചെയ്ത് വെക്കണം. ഇടയ്ക്ക് വൺസ് ഇൻ എ വൈൽ ചേഞ്ച് നല്ലതാണ്. ലൈഫ് ഓഫ് ജോസൂട്ടി മൂവിയിൽ എല്ലാവരും തെറ്റുകൾ ചെയ്യുന്നുണ്ട്. ഒരു ബെഡ്റൂം സീൻ വളരെ സുന്ദരമായി അത്യാവശ്യം ഭംഗിയായിട്ടൊക്കെ താങ്കൾ എടുത്ത് കാണിച്ചിട്ടുണ്ട്. ഒരു ജീത്തു ജോസഫ് മൂവിയിൽ നിന്ന് നമ്മളിത് പ്രതീക്ഷിക്കുന്നില്ല. എന്നിൽ നിന്ന് എന്തും പ്രതീക്ഷിക്കണം, അതാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അല്ലാതെ ഞാനൊരു പ്രത്യേക സിനിമയുടെ വക്താവാകാനോ പ്രത്യേക ടൈപ്പ് ഓഫ് സിനിമകൾ ചെയ്യാനോ താല്പര്യമില്ല. ഒരു സിനിമയ്ക്ക് അത് ഡ്രാമ ഡിമാൻഡ് ചെയ്തെങ്കിൽ ആ സിനിമയ്ക്ക് ഡ്രാമ ഉണ്ടാവും. പക്ഷെ ഒരു കാര്യമുണ്ട്, എല്ലാത്തിനും ഒരു അതിർവരമ്പുണ്ട്. അതിനപ്പുറത്തേക്ക് ഞാൻ പോവില്ല. ഞാൻ എന്നും വിശ്വസിക്കുന്നത് ഓഡിയൻസിനെ ചീറ്റ് ചെയ്യരുത്. താങ്കൾ മുൻപ് പറഞ്ഞൊരു കാര്യമാണ്, ഒരു പുതിയ സംവിധായകൻ നിലനിൽക്കുന്ന റൂൾസിനെ ബ്രേക്ക് ചെയ്യണം. എങ്കിൽ മാത്രമേ പുതിയ സംവിധായകനെ പിടിച്ചെടുക്കാൻ പറ്റുള്ളൂ. ജീത്തു ജോസഫ് എന്ന് പറയുന്ന സംവിധായകൻ മലയാള സിനിമയിൽ ഏതൊക്കെ കാര്യങ്ങളെയാണ് ബ്രേക്ക് ചെയ്തിട്ടുള്ളത്? ഞാൻ വലിയതായിട്ടൊന്നും ബ്രേക്ക് ചെയ്തിട്ടില്ല. എങ്കിലും ആർട്ടിസ്റ്റിനെ കൊമേഡിയൻ അല്ലെങ്കിൽ വില്ലൻ അങ്ങനെ പറഞ്ഞ് തരംതിരിക്കാതെ അങ്ങോട്ടും ഇങ്ങോട്ടും ഹ്യൂമർ ചെയ്യുന്നവർക്ക് വില്ലൻ വേഷം കൊടുക്കുക, വില്ലൻ വേഷം ചെയ്യുന്നവർക്ക് ഹ്യൂമർ കൊടുക്കുക, ഹീറോ ചെയ്യുന്നവർ വില്ലൻ വേഷം ചെയ്യുക, അങ്ങനെ ഒന്ന് ചെയ്യുക. രണ്ടാമത് എനിക്ക് ഇതുവരെയായിട്ടും മനസ്സിലാകാത്തൊരു കാര്യം, ഇൻഡസ്ട്രിയിൽ ഞാൻ വരുന്ന സമയത്ത് ഭയങ്കരമായിട്ടുണ്ടായിരുന്നു, TV-യിൽ പെർഫോം ചെയ്യുന്നവരെ ഒന്നും സിനിമയിൽ എടുക്കരുത്. അവർ എടുക്കാൻ ഒരു വൈമുഖ്യം കാണിക്കുന്നുണ്ട്. ഞാൻ എത്രയോ സിനിമകളിൽ TV-യിൽ നിന്ന് ആൾക്കാരെ കാസ്റ്റ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് എന്താ പ്രശ്നം എന്ന് എനിക്കൊന്നും അറിയണം. അങ്ങനെ ചിന്തിക്കുന്ന ഒരാളാണ്. Star rating. ഇനി ക്ലബ് ഫോമൽ സ്റ്റാർ ജാമിൽ സ്റ്റാർ റേറ്റിംഗിന്റെ ടൈമാണ്. നമ്മളുടെ പ്രിയപ്പെട്ട സംവിധായകൻ ജീത്തു ജോസഫിന് ഞാൻ അദ്ദേഹത്തിന്റെ ചില നായികമാരെ കൊടുക്കുന്നു. ഔട്ട് ഓഫ് 10 സാർ മാർക്ക് വേണം. റെഡി? അർച്ചന കവി, 5. ഉർവശി, 8. മമത മോഹൻദാസ്, മൈ ബോസ്, എന്നെ ഞെട്ടിപ്പിച്ച് കളഞ്ഞ സിനിമ, എന്നെല്ലാം മലയാളികളെ മൊത്തം 6.5. മേഘന രാജ് 6. മിയ 7. മമത മോഹൻദാസിനേക്കാളും 0.5 കൂടുതലാണോ മിയക്ക്? മീന ദൃശ്യം 8. ഗൗതമി പാപനാശം 7. മീനയെക്കാളും എവിടെയാണ് ഒരു മാർക്ക് ഗൗതമിക്ക് കുറഞ്ഞത്? കുറച്ച് ഹ്യൂമറോ സട്ടിലിറ്റിയോ ഒക്കെ ഒരു ചെറിയൊരു പ്രശ്നം. മീന എന്തും ചെയ്യും. രചന നാരായണൻകുട്ടി
ലൈഫ് ഓഫ് ജോസൂട്ടി 7. മമത മോഹൻദാസിനേക്കാളും കൂടുതലാണ് രചന നാരായണൻകുട്ടിക്ക്. Yes. ഓക്കെ, ജ്യോതി കൃഷ്ണ 8. എവിടെയാണ് ജ്യോതി കൃഷ്ണക്ക് 8 മാർക്ക് വന്നത്? അത്ര സട്ടിലിറ്റിയും അത്രയും കാഷ്വൽ ആയിട്ടും പുള്ളിക്കാരത്തെ ക്യാരക്ടർ പ്രസന്റ് ചെയ്തേക്കുന്നത്. എന്താ പറയുക, ഇനിയും ആൾക്കാർ എക്സ്പ്ലോർ ചെയ്യാത്ത ഒരു ആക്ട്രസ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. സർ, ലൈഫ് ഓഫ് ജോസൂട്ടി എന്നെ അത്ഭുതപ്പെടുത്തിയ കാര്യം ക്യാമറ. പുതിയ ഒരാൾ എങ്ങനെ ഇത്രമാത്രം സുന്ദരമായിട്ട് ഇടുക്കിയും ന്യൂസിലൻഡും ഒപ്പിയെടുത്തു? താങ്കളുടെ കോൺട്രിബ്യൂഷൻ എത്രയാണ് അതിൽ? ഒരുപക്ഷെ എന്റെ കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത് ഞാൻ ഉദ്ദേശിക്കുന്ന ഫ്രെയിം എന്താണ്, അല്ലെ ഞാൻ ഉദ്ദേശിക്കുന്ന വിഷ്വലിന് വേണ്ടിയിട്ടുള്ള, അല്ലെ ഞാൻ എന്താണ് ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് കറക്റ്റ് ആയിട്ട് കൺവേ ചെയ്യാൻ സാധിച്ചാൽ ആ ക്യാമറാമാന് ആ സിനിമയിൽ നിന്ന് വിട്ടുപോകാതെ ഫ്രെയിം സെറ്റ് ചെയ്ത് അല്ലെങ്കിൽ നല്ല വിഷ്വൽ ഉണ്ടാക്കി തരാൻ പറ്റും. ഞാൻ എന്താണ് അത് ഫീഡ് ചെയ്യുന്നതെന്നുള്ളതിലാണ് എന്റെ കോൺട്രിബ്യൂഷൻ. ബാക്കി അത് ക്യാമറാമാന്റെ കഴിവാണ്. മിക്ക ഷോട്ടുകളും ഹെലിക്യാം യൂസ് ചെയ്ത പോലെ തോന്നുന്നു. ഒരു 360 ഡിഗ്രിയിലാണ് മിക്ക ഷോട്ടുകളും കാണാൻ പറ്റുന്നത്. ആ ഒരു ഐഡിയ എങ്ങനെയാണ് ശരിക്കും? അതിനെ പോസിറ്റീവായിട്ട് കണ്ടവരുണ്ട്, വിമർശിച്ചവരുണ്ട് ഹെലിക്യാം ഷോട്ടുകൾ കൂടി പോയെന്ന്. പക്ഷേ അതിന്റെ ഫാക്ടർ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപക്ഷെ പലർക്കും മനസ്സിലാകാണ്ടായിരിക്കും, ഇതിനകത്തൊരു പെർസ്പെക്റ്റീവ് ഉണ്ട്, അല്ലെങ്കിൽ ആ പോയിന്റ് ഓഫ് വ്യൂ ആണ് ആ ഹെലിക്യാം ഷോട്ട്. എത്ര ക്യാമറ യൂസ് ചെയ്തു നമ്മുടെ ലൈഫ് ഓഫ് ജോസൂട്ടിക്ക്? 3. ലൈഫ് ഓഫ് ജോസൂട്ടി ജീത്തു ജോസഫിന്റെ മനസ്സിൽ ഏറ്റവും തങ്ങി നിൽക്കുന്ന സീൻ ഏതാണ്? 2 സീനുണ്ട്. ജോസൂട്ടി ന്യൂസിലൻഡിന് പോകാനായിട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഉള്ള വികാര നിർഭരമായ ഒരു സീൻ. രണ്ടാമത്തത് അച്ഛൻ മരിച്ചതറിഞ്ഞ് ജോസൂട്ടി റിയാക്ട് ചെയ്യുന്ന ആ സീൻ. ഈ സീൻ വേണ്ടിയിരുന്നില്ല, ഇത് വെട്ടിക്കളയാമായിരുന്നു എന്ന് തോന്നിയ സീൻ ഏതാണ്? നാട്ടിൽ തിരിച്ചെത്തുന്ന ജോസൂട്ടി ഗീവർഗീസിന്റെ വീട്ടിലെത്തുമ്പോൾ ഒരു സീനുണ്ട്, വേണമെങ്കിൽ ഒഴിവാക്കാമായിരുന്നു എന്ന് തോന്നി. പക്ഷെ ചിലർ അതിനോട് വിയോജിപ്പ് പറയുന്നു. ലാസ്റ്റ് സീൻ നയൻതാര. ഈ ഒരു തീരുമാനത്തിന്റെ പിന്നിലെ സ്റ്റോറി എന്താണ്? ജോസൂട്ടിയുടെ ലൈഫിൽ നല്ലൊരു പെൺകുട്ടി വരിക എന്ന് പറയുന്ന ഒരു ഇതിലാണ്. അങ്ങനെ ആലോചിച്ചപ്പോഴാണ് പല പേരുകളിലൊന്നായിരുന്നു നയൻതാര. അപ്പോൾ നയൻതാരയായിട്ട് സംസാരിച്ചപ്പോൾ നയൻതാര വളരെ സന്തോഷത്തോടെ വന്നത് ചെയ്തു തരാൻ റെഡിയായി. യെസ്, അപ്പൊ എന്നാൽ നമ്മുടെ സ്റ്റാർ ജാം സാർ, നമ്മൾ തമ്മിൽ 3 മണിക്കൂർ. എന്താണ് താങ്കളുടെ ഒരു ഫീൽ? ശരിക്കും എൻജോയ് ചെയ്തു. പെട്ടെന്ന് സമയം പോയതറിഞ്ഞില്ല. എന്ത് പറയുന്നു ഈ ഒരു സമയത്ത് മലയാളികളോട് ജോസൂട്ടിയുടെ സംവിധായകൻ? അല്ല, എല്ലാവരും ഈ സിനിമ തിയേറ്ററിൽ വന്ന് കാണുക. ടാഗ് ലൈൻ സൂചിപ്പിക്കുന്ന പോലെ സസ്പെൻസ് ഇല്ല, ട്വിസ്റ്റ് ഇല്ല എന്നൊക്കെ പറഞ്ഞിട്ട് പോലും ചിലര് അത് വിശ്വസിച്ചില്ല എന്നുള്ള സത്യം. ഇതൊരു കൂൾ മൂവിയാണ്. ഫാമിലി ആയിട്ട് വന്ന് ഇരുന്ന് ചിരിക്കാനും ചെറിയ തോതിൽ കണ്ണുകൾ നനയാനും ഉള്ള മുഹൂർത്തങ്ങളുണ്ട്. ദയവേത് എല്ലാവരും തിയേറ്ററിൽ വന്ന് കാണണം. നെറ്റിൽ അപ്ലോഡ് ചെയ്യുന്നതിന് വേണ്ടി വെയിറ്റ് ചെയ്യരുത് എന്ന് മാത്രമുള്ള അപേക്ഷ. ഓക്കെ, അപ്പൊ ടൺ കണക്കിന് ഫൺ 3 തവണ ഇഷ്ടമുള്ള പോലെ പറഞ്ഞു. ടൺ കണക്കിന് ഫൺ.